എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിക്കു പോള ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 ചിക്കുവാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുപ്പുള്ള ചിക്കു തന്നെ എടുക്കുക. ഈ ചിക്കുവിൻ്റെ തൊലിയും ആ ഉള്ളിലുള്ള കുരു റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചിരണ്ടി എടുത്താൽ മതി. ഇതുപോലെ തന്നെ നമ്മുടെ 3 ചിക്കുവും ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ആ 3 ചിക്കുവും നമ്മുടെ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പഴുപ്പുള്ള ചിക്കു ആയതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ 3 ടേബിൾ സ്പൂണൊക്കെ മതി. അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഓറഞ്ച് പോള പോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണിത്. അപ്പോൾ പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് പോള ഉണ്ടാക്കുന്ന വിധം ഞാൻ ആപ്പിൾ പോളേൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ എൻ്റെ സ്ക്രീനിലും കാർഡിലും കൊടുക്കാം. ഈ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേറൊന്നും ചേർക്കാനൊന്നുമില്ല. ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അരച്ചെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി പോള ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് അത്യാവശ്യം ചൂടായി വന്നാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കുയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാൻ താഴെ എപ്പോഴും പറയുന്ന പോലെ പാനൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് കത്തുന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അടികട്ടിയായിട്ടുള്ളൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സോസ് പാൻ എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ പോള അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. കൂടുതലായിട്ട് അങ്ങ് പൊങ്ങി കിട്ടുകയൊന്നും ചെയ്യില്ല, കുറച്ചങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് ചെറീസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുറച്ച് ചെറീസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് പുറത്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ് ഇത്. നമ്മുടെ ഓറഞ്ച് പോള പറഞ്ഞ പോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്